പാസ്റ്റിൽ ഈ പേഴ്സൺ നിങ്ങളെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് അപ്രോച്ചിലായിരുന്നു. നിങ്ങളെ അവർ സീരിയസ്ലി ഒട്ടും എടുത്തില്ല. അവര് എപ്പോഴും നിങ്ങളെ ഇഗ്നോർ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്, എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, നിങ്ങളുടെ എനർജിയിൽ തന്നെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ അവര് കുറച്ച് ഷോക്ക്ഡ് ആണ്. അത് ഈ പേഴ്സൺ, ഞാൻ ഇഗ്നോർ ചെയ്ത പേഴ്സൺ, ഞാൻ മുമ്പേ ഒട്ടും ഒരു അറ്റൻഷൻ കൊടുക്കാത്ത ഒരു പേഴ്സൺ, അവരുടെ ഉള്ളിൽ ഈ ചേഞ്ച് വന്നത് എങ്ങനെയാണെന്ന്. പക്ഷെ ഈ ചേഞ്ച് കണ്ടിട്ട് അവർ ഡെഫിനറ്റ്ലി ഷോക്ക്ഡ് ആണ്. നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവര് സോഷ്യൽ മീഡിയയുടെ ത്രൂ ഇല്ലാച്ചാ വേറെ ഫ്രണ്ട്സ്, കോമൺ ഫ്രണ്ട്സ്, ഫാമിലിയുടെ ത്രൂ നിങ്ങളെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ എടുക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ അവർ ക്യൂരിയസ് ആണ്. അവർക്ക് മനസ്സിലാവില്ല ഈ മാറ്റം വന്നത് എന്താണ് അതിന്റെ കാരണം. വേറെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടോ? മുമ്പത്തെ മാതിരി നിങ്ങൾ അവർക്ക് അറ്റൻഷൻ കൊടുക്കണില്ല. മുമ്പത്തെ മാതിരി അവർക്ക് നിങ്ങളുടെ ലൈഫിന്റെ ആക്സസ് ഇല്ല. ഇതിന്റെ മുമ്പേ അവര് എപ്പോഴെങ്കിലും നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു വെച്ചാൽ നിങ്ങളും അവർ റെസ്പോണ്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. ഈ ഗ്ലോ കണ്ടിട്ട് അവർക്ക് എവിടെയോ റിഗ്രറ്റ് ആവുന്നുണ്ട്. ഇപ്പോ അത് ഞാൻ എന്തുകൊണ്ട് ഈ പേഴ്സണെ മുമ്പേ അപ്രീഷിയേറ്റ് ചെയ്തില്ല, ഞാൻ എന്തുകൊണ്ട് ഈ റിലേഷൻഷിപ്പ്, ഈ സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്തിട്ടില്ല, അതിന്റെ ആ റിഗ്രറ്റ് ഇപ്പോ അവർക്ക് ഹിറ്റ് ചെയ്യണം. ആൻഡ് അവര് അതാണ് അവരുടെ മനസ്സിലൊരു വിഷമമുള്ളത്. അത് ഞാൻ ഇത് ഈ പേഴ്സണെ ആ ശരിയായ സമയത്ത് ഞാൻ അവർക്ക് ആ ക്രെഡിറ്റ് കൊടുത്തില്ല എന്ന്. അപ്പോ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ആരാണെന്ന്. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ കമന്റ്സിൽ യെസ് ടൈപ്പ് ചെയ്യുക. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.